കരൂർ ദുരന്തത്തിൽ വിങ്ങി തമിഴക വെற்றிക്കഴകം നേതാവും നടനുമായ വിജയ് നടത്തിയ റാലിക്കുണ്ടായ തിക്കിലും തിരക്കിലും 40 പേർക്കാണ് ജീവൻ നഷ്ടമായത്. TVK നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് പ്രതി ചേർത്തു. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ കരൂരിൽ എത്തി. പതിനായിരക്കണക്കിന് മനുഷ്യർ ഒത്തുകൂടിയ സമ്മേളനത്തിന് കണ്ടെത്തിയ വേദി ഇതാണ്. റോഡരികിൽ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം നിൽക്കാൻ കഴിയുന്ന സ്ഥലത്താണ് പതിനായിരക്കണക്കിന് മനുഷ്യർ ഒത്തുകൂടിയത്. താരപരിവേഷത്തിൽ നിന്ന് രാഷ്ട്രീയ നേതാവിലേക്ക് ചുവടുവെച്ച ദളപതിയെ കാണാൻ കരൂരിൽ ഒത്തുകൂടിയ പതിനായിരങ്ങളുടെ തിക്കിലും തിരക്കിലും 40 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 17 സ്ത്രീകളും 8 കുട്ടികളും ഇവരിൽ പെടുന്നു. നിലവിൽ 32 പേരാണ് ചികിത്സയിലുള്ളത്. ICUവിലുള്ള 17 പേരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. പുലർച്ചെ കരൂരിലെത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പരിക്കേറ്റവരെയും മരിച്ചവരുടെ ബന്ധുക്കളെയും ആശ്വസിപ്പിച്ചു. இதுவரை நடக்காதது இனிமேல் நடக்கக்கூடாதது உண்மை வெளிவரும். அந்த உண்மை வெளிவருகிறவர் நிச்சயமாக உரிய நடவடிக்கை எடுக்கப்படும். சார், விஜய் கைது செய்யப்படுவாரா சார்? ஆணையம் சொல்லுகிற அந்த அறிக்கையின் அடிப்படையில் உரிய நடவடிக்கை எடுக்கப்படும். யார் கைது செய்யப்படுவார், யார் கைது செய்ய மாட்டார், நீங்கள் கேட்கிற எந்த இடத்தோடு கேட்கிறீங்களோ அதுக்கெல்லாம் நான் உட்படுவதற்கு தயாராக. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം വീതവും പരിക്കേറ്റവർക്ക് 1 ലക്ഷം വീതവും സംസ്ഥാന സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് കേന്ദ്ര സർക്കാരും ധനസഹായം കൈമാറും. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമിയും ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം കരൂരിലെത്തി. അപകടത്തിന് പിന്നാലെ ചെന്നൈയിലേക്ക് തിരിച്ച വിജയ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയില്ല. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ വീതവും ചികിത്സയിലുള്ളവർക്ക് 2 ലക്ഷം രൂപ വീതവും നൽകുമെന്ന് സാമൂഹ്യ മാധ്യമത്തിലൂടെ വിജയ് അറിയിച്ചു. പ്രതീക്ഷിച്ച 10,000 പേർക്ക് പകരം 1 ലക്ഷം പേർ എത്തിയ സമ്മേളനവേദിയിലെ ദുരന്തത്തിന് കാരണങ്ങൾ പലതാണ്. വിജയിയെ കുറ്റപ്പെടുത്താതെ BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സംസാരിക്കുമ്പോൾ നിഷ്പക്ഷ അന്വേഷണമാണ് മുഖ്യമന്ത്രി ഉറപ്പു നൽകുന്നത്. കരൂരിൽ നിന്ന് സാജിദ് അജ്മൽ, മീഡിയ 1.